മൂത്രനാളി സംബന്ധമായ രോഗങ്ങൾക്കും സമാധാനം കിട്ടുന്നതാണ്. ഗ്യാസ് ട്രബിളും ബ്ലോട്ടിങ്ങും വയറുവീർപ്പ് കീഴ്വായു ശല്യം ഏമ്പക്കം ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനും സമാധാനം കിട്ടുന്നതിന് സഹായകരമാവും ജീരകം ഇട്ട് വെന്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ. നെല്ലിക്ക ജ്യൂസ് അടിച്ച് കഴിക്കുകയോ അതല്ലെങ്കിൽ 3-4 നെല്ലിക്ക ചവച്ചരച്ച് കഴിക്കുകയോ ചെയ്യാം. ഇത് നമുക്ക് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ഉണ്ടാവുന്നു. ചർമ്മ സംരക്ഷണത്തിനും ആന്റി ഏജിങ് എഫക്റ്റ് ഒക്കെ ഉള്ള സംഗതിയാണ് നെല്ലിക്ക. ഇതേ നെല്ലിക്ക അതിന്റെ കൂടെ കടുക്കത്തോടും താനിക്കത്തോടും കൂടെ ചേർന്നാണ് ത്രിഫല. ഓക്കെ, ഇത് ത്രിഫല ചൂർണമായിട്ട് കഴിക്കാം. ത്രിഫല ചതച്ചിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കാനായിട്ട് എടുക്കാം, അത് കുടിക്കാനായിട്ട് എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു രസായന ഔഷധമായിട്ടാണ് ത്രിഫലയെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആന്റി ഏജിങ് എഫക്റ്റ് ഉണ്ട്. മറ്റ് രോഗങ്ങൾ നമ്മളെ ബാധിക്കാതെ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത്തരം മൂത്രനാളി സംബന്ധമായ രോഗാവസ്ഥകൾ ആമാശയത്തെ ആശ്രയിച്ച് കഫക്കെട്ടുണ്ടാകുന്നത് ഇതൊക്കെ ശമിക്കുന്നതിനും ത്രിഫല ചൂർണം നിത്യേന സേവിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരുപാട് ആയുർവേദ ഔഷധങ്ങൾ വ്യത്യസ്ത രോഗാവസ്ഥകൾ വ്യത്യസ്ത ദേഹപ്രകൃതി അനുസരിച്ച് നിശ്ചയിക്കാറുണ്ട്. അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ഔഷധങ്ങൾ ഏതാണ്